എടാ ജിൻഹാൻ, ഇപ്പൊ തന്നെ നീ തോറ്റെന്ന് സമ്മതിച്ചോ, അല്ലെങ്കിൽ നീ കഷ്ടപ്പെടേണ്ടി വരും. ഇത് ഞാൻ നിനക്കായിരുന്നു അഡ്വൈസാ. എന്നിട്ട് ഇവനും പറയുമ്പം ജിൻഹാൻ അത് കേൾക്കാത്തോ അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന് സാങ്ഷൻ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവർ തമ്മിൽ എന്തുവാ ചാലഞ്ച് എന്ന് ജിൻഹാനോടും ചോദിക്കും. പക്ഷെ അവൻ അവളോട് സത്യം പറയത്തില്ല. അതിനുശേഷം ഇവരുടെ കോമ്പറ്റീഷനെ നടത്തുമ്പോഴാണ് ഷെങ്ങും അവൻ കണ്ണടച്ചോണ്ട് തന്നെ ഈസിയായിട്ട് ഗോൾ ഇടുമെന്ന് ജിൻഹാന്റെ ഫ്രണ്ട് ഷോ കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന് 2 മാസ്ക് എടുത്തിട്ട് എങ്കിൽ പിന്നെ കണ്ണടച്ചനെ ഗോൾ ഇടാന്ന് പറയും. ഇത് കേട്ട് അവനും ചെറുതായിട്ട് ഷോക്കായിട്ട് മാച്ച് ആരാ ജയിക്കുന്നത് നോക്കാന്ന് പറയുമ്പോഴാണ് ആദ്യം ഷെങ് തന്നെ കറക്റ്റ് ആയിട്ട് ഗോൾ ഇടും. ഇത് കണ്ട് അവന്മെല്ലാം സന്തോഷത്തിരിക്കുമ്പോഴാണ് അടുത്തായിട്ട് ജിൻഹാനും ഗോൾ ഇടുമ്പം അത് മിസ്സാകും. അപ്പോഴാണ് 1 പോയിന്റ് ഷെങ്ങിന് പറഞ്ഞ് ലിങ്ഷി അവിടെ നിന്ന് കൗണ്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അടുത്ത ഗോൾ ഷെങ് കറക്റ്റ് ആയിട്ട് ഇടുമ്പം ജിൻഹാൻ അത് തെറ്റിക്കും. ഇത് കണ്ട് ഷെങ്ങും നീ തോറ്റെന്നറിഞ്ഞിരിക്കുമ്പോഴാണ് ജിൻഹാന് സാങ്ഷിയോട് ചോദിക്കുന്നത് അവൻ ഇപ്പൊ എറിഞ്ഞ ബോള് ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ മിസ്സായി പോയെന്ന്. അങ്ങനെ അവള് റൈറ്റ് എന്ന് പറയുമ്പോഴാണ് അവൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം ഒരു കറക്റ്റ് പൊസിഷൻ കണ്ടെത്തും ആ ഗോൾ ഇടാൻ വേണ്ടി. അങ്ങനെ അടുത്ത പ്രാവശ്യം ഷെങ്ങും ഗോൾ ഇടാതെ പോകുമ്പോഴാണ് ജിൻഹാൻ ആ പൊസിഷൻ കണ്ടെത്തിയതോടെ അവൻ കറക്റ്റ് ആയിട്ട് ഗോൾ ഇടും. അങ്ങനെ ഷെങ്ങിന്റെ കൂടെ തന്നെ ഇവന് സെയിം ആയിട്ട് വരുമ്പോഴാണ് ഇത് കണ്ട് ലീലേക്ക് വിടിയിട്ടും അവൻ പ്രാക്ടീസ് ചെയ്ത് ഗോൾ ഇടാൻ വേണ്ടി അവൻ പെർഫെക്റ്റ് പൊസിഷൻ കണ്ടെത്തിയേക്ക് വന്ന്. അങ്ങനെ അതൊന്നും യൂസ് ചെയ്യാതെ ഷെങ്ങും അവൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവൻ കറക്റ്റ് ആയിട്ട് ഗോൾ ഇട്ട് ഇവർ തമ്മിൽ മാച്ച് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അങ്ങനെ അവസാനം 2 പേര് 9 പോയിന്റ് നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് 1 പോയിന്റ് ഇടുന്ന ആൾ മാത്രം ജയിക്കും. അങ്ങനെ അത് ഷെങ് തോറ്റ് പോകുമ്പോൾ ജിൻഹാൻ ഗോൾ അടിച്ച് അവൻ ജയിക്കും. ഇതോടെ ലിങ്ഷും മാച്ച് ജയിച്ച് ജിൻഹാൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഷെങ് മൊത്തത്തിൽ അപ്സെറ്റിലാകും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ലീലയും എടാ ഷെങ്, നിന്റെ കൈ ഇതുവരെ ഫുള്ള് ഗുണമായില്ല, എന്നിട്ട് നീ എന്തിനാ കണ്ണടച്ച് മാച്ച് കളിക്കാൻ റെഡിയാന്ന് ഈ ചാലഞ്ചിന് സമ്മതിച്ച. എന്നിന് അവളും കെയർ ചെയ്യുമ്പോഴാണ് ഇവൻ ദേശത്തെ ആ ബോൾ എടുത്തെറിയുന്നത്. അതോടെ നേരെ വന്ന് ജിൻഹാന്റെ കൈ അടിക്കും. അപ്പോഴാണ് ഇവനും പേടിച്ചിട്ട് എടാ ജിൻഹാൻ, ഞാൻ മനഃപൂർവ്വം അടിച്ചില്ല, സോറി. ഏതിന് അവനും പറയുമ്പം അവനും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് സാക്ഷ്യം അവന്റെ കൈക്ക് വല്ലതും പറ്റിയെന്നറിയാൻ വേണ്ടി അവളുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓയിൽ എടുത്തോണ്ടെന്ന് അവന്റെ അടുത്തേക്ക് കൊടുത്തിട്ട് പോകും. അവന്റെ ആമയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അവളും കൂടെ തപ്പാൻ പറയുമ്പം ഇവൾ അതിനെ തപ്പി ഓരോ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ റൂമിനകത്ത് സ്പേസിനെ കുറിച്ച് കുറെ സാധനങ്ങളുള്ളത്. കാരണം ജിൻഹാന്റെ ഡ്രീം ഒരു ആസ്ട്രോനോട്ട് ആകുന്നയാ. അങ്ങനെ ഇത് കണ്ട് അവള് ഷോക്കായിരിക്കുമ്പോഴാണ് ജിൻഹാൻ ഇത് മനസ്സിലാക്കി പെട്ടെന്ന് അവളും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. സാക്ഷി നീ വീട്ടിൽ പോയി, ഞാൻ എന്നെ കണ്ടെത്തി. ഇതിന് അവളെ പുറത്താക്കി ഇവനും ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇവനെതിനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു മനസ്സിലാവാതെ അവള് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ബോഡി ഗാർഡും വന്നിട്ട് ജിൻഹാന്റെ കൈ എങ്ങനെ മുറിഞ്ഞും ജയിക്കും. അപ്പോഴാണ് അവളും സ്കൂളിൽ വെച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചപ്പം ചെറുതായിട്ട് പന്തുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് ബോഡി ഗാർഡിന് ടെൻഷനായി. അവന് ഫിസിക്കലായിട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവന് ഡ്രീം തന്നെ വേണ്ടെന്ന് വെച്ചെന്ന് പറയുന്നത്. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് അവളും എന്തുവാ അപ്പൊ ജിൻഹാന്റെ ആഗ്രഹം ഒരു ആസ്ട്രോനോട്ട് ആകുന്നതാണോ, എങ്കിൽ പിന്നെ ഇവന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി എന്റെ കുറെ ഐഡിയ ഉണ്ട്. ഏതിന് അവളും വീട്ടിൽ ചെന്നിട്ട് ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി വന്ന ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള ബുക്ക് തപ്പിക്കൊണ്ടിരിക്കും. അതേ സമയത്താണ് ജിൻഹാന്റെ അമ്മയും കാര്യം അറിഞ്ഞ് അവിടേക്ക് വരുന്നത്. അതിനുശേഷം അവനോട് ദേഷ്യത്തി അവന്റെ കൈ എങ്ങനെ മുറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് അവന് അറിയാതെ പറ്റിയതെന്ന് അറിയും. അപ്പോഴാണ് അമ്മയും ഇവ മാച്ച് കളിച്ച് ഇവന്റെ വീട്ടിലേക്ക് തന്നെ ഫാൻ വന്ന കാര്യമെല്ലാം അറിഞ്ഞ് അവനെ വഴക്കുറയും. ഇനി ഇവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവൻ അമ്മയോട് തർക്കിക്കുന്നത് നമ്മൾ പണ്ട് തൊട്ട് ഈ വീട്ടിലല്ലേ താമസിച്ചെന്ന് പറഞ്ഞ്. കാരണം അവന്റെ ഫാമിലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവൻ ഇവിടെ താമസിക്കുന്നത്. പക്ഷെ അമ്മ അതിന് സമ്മതിക്കാതെ ഇവന്റെ അച്ഛനെ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി ഇവനെ നഷ്ടപ്പെടാൻ വയ്യെന്ന് അവൻ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവൻ ഇവിടെ തന്നെ സ്റ്റേ എന്ന് പറയുമ്പോഴാണ് അമ്മയും ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷ്യം ഇവന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഒരു ബുക്ക് കണ്ടെത്തിയെന്ന് അറിയും. അങ്ങനെ ഇതും പഠിച്ച അവന് വീണ്ടും ആസ്ട്രോനോട്ട് ആകാൻ പറ്റുമെന്ന് അവനോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി ഞാൻ എപ്പോഴാ പറഞ്ഞ എന്റെ ഡ്രീം അതാന്ന്, ആദ്യം നീ ബുക്ക് എടുത്തോണ്ട് ഇവിടുന്ന് പോ. എന്നിട്ട് അവന്റെ അമ്മ അകത്തുള്ളതുകൊണ്ട് ഇവൻ ഇവിടുന്ന് പറയുമ്പം അവൾ ഈ ബുക്ക് പഠിച്ച ഇവനെ നല്ലോണം യൂസ് ആവുമെന്ന് പറയും. അപ്പോഴാണ് അമ്മയും പുറത്ത് ആരാ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇവനും ജസ്റ്റ് ഒരു ഫാനെന്ന് പറഞ്ഞിട്ട് വാതിലടയ്ക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവള് വിഷമിച്ച് എന്തോ ജസ്റ്റ് ഒരു ഫാനോ. ഏതിന് അവളും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അമ്മയും ഫാൻസ് ഒക്കെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് വീണ്ടും അവനായിട്ട് താമസം മാറാൻ വേണ്ടി തർക്കിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇന്നലെ ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളും ജിൻഹാനെ മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ഷെങ്ങും കണ്ടിട്ട് ഇവർ തമ്മിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ ലിങ്ഷി. എന്നിട്ട് അവളോട് ചോദിക്കുമ്പം അവൾക്ക് അതിനെ കുറിച്ച് അറിയത്തില്ലെന്ന് അറിയും. അങ്ങനെ ക്ലാസ് സമയത്ത് ടീച്ചർ സാങ്ഷ്യബൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴാണ് ജിൻഹാൻ അടുത്തുനിന്ന് അവൾക്ക് ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ട് അവൾ മൈൻഡ് ചെയ്യാതെ ടീച്ചറിനോട് ആൻസർ അറിയത്തില്ലെന്ന് പറയുമ്പോഴാണ് ടീച്ചർ അവളെ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി നിൽക്കാൻ പറയും. അപ്പോഴാണ് ജിൻഹാനും ഇവൻ അവളെ ഡിസ്റ്റർബ് ചെയ്തെന്ന് കള്ളം പറയും. അതിനെ ശിവരണ്ടർക്കും പനിഷ്മെന്റ് എടുക്കുമ്പോഴാണ് സാക്ഷ്യം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇനി തൊട്ട് ഇവളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ അവൻ ഇവൾക്ക് മനസ്സിലാവാത്ത പറഞ്ഞെടുക്കാൻ വന്നാലും ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ലിങ്ഷിയോട് ചെന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഷെങ്ങും കൺഫേം ചെയ്തിട്ട് ഇവർ തമ്മിൽ വഴക്കാണെന്ന് അവളോട് ചോദിക്കും. പക്ഷെ അവൾ ഇല്ലെന്ന് ഇവരോടൊക്കെ പറയുമ്പം ഷെങ്ങിന് വിടിയിട്ടും ഇവർ തമ്മിൽ എന്താ വഴക്കാണെന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ് അവൻ ഇന്ന് വൈകിട്ട് സാക്ഷിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതൊക്കെ ജിൻഹാനും കേൾക്കുന്നത്. അങ്ങനെ സാക്ഷി മൂഡൌട്ടാന്ന് അറിഞ്ഞ് ഷെങ് ഇന്ന് വൈകിട്ട് അവളെ വിളിച്ചോണ്ട് റൈഡിന് പോകും. എന്നിട്ട് അവനും വല്ല വിഷമമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിലവിളിച്ചോന്ന് പറയുമ്പോഴാണ് അവന്റെ കൂടെ ഇവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ
അവള് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവളും സമാധാനത്തിന് പുറത്തേക്ക് റൈഡ് വിളിച്ചോണ്ട് അതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവൻ അതെല്ലാം കേട്ട് കിങ്കോങ് എന്നോട് ഇതിനെ താങ്ക്സ് ഒക്കെ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, നിനക്ക് താങ്ക്സ് പറയണമെന്ന് തോന്നിയെങ്കിൽ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചാ എന്നിട്ട് അവനാക്കിയതോടെ അവളെങ്കിൽ പിന്നെ ക്ലാസ് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അതേസമയം ജിൻഹാനും എന്തോ ആയിരിക്കും സർപ്രൈസ് എന്ന് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ബോഡി ഗാർഡും കേട്ടിട്ട് സർപ്രൈസ് ഒന്നുമില്ല, നിനക്ക് നല്ല ഡ്രാമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, മുമ്പേ പറഞ്ഞില്ലേ പിന്നെന്തോ സർപ്രൈസ് എന്നിങ്ങനെ ബോഡി ഗാർഡും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇവന് ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് സാങ്ഷിയോടുള്ള ദേഷ്യത്തിൽ അവൻ അവിടുത്തെ ചെടി തട്ടിയിടും. അപ്പോഴാണ് അത് ബോഡി ഗാർഡിന്റെ കാലിൽ ചെന്ന് ഇടുന്നത്. ഇതോടെ അവനും പേടിച്ചിട്ട് സോറി വയ്ക്കുമ്പോഴാണ് അടുത്ത ദിവസം ഈ റീസൺ കാരണം ജിൻഹാന് പ്രൊട്ടക്ഷന് വേണ്ടി സാങ്ഷിയെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇവളെ കണ്ട് അവന് ഷോക്കാകുന്നത്. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ജിൻഹാന്റെ കൂടെ നാളെ വരാൻ പറ്റാത്തോണ്ട് ആകെ വിശ്വസിക്കുന്ന സാങ്ഷി എന്ന് പറഞ്ഞ് അവളെ കൂടെ പോകാൻ പറയും. പക്ഷെ അവള് പറ്റത്തില്ലെന്ന് പറഞ്ഞു നോക്കുമ്പോഴാണ് ഇവളല്ലാതെ വേറെ ആരും ഈ സമയത്ത് വിളിക്കാൻ പറ്റത്തില്ലെന്ന് ബോഡി ഗാർഡും കുറെ ചോദിച്ചാണ്. അപ്പോഴാണ് ഇവളൊരു പ്ലാൻ ചെയ്യുന്നത് ഇവന് പ്രൊട്ടക്ഷന് വേണ്ടി പോയി ഇവനെ നല്ല പണി കൊടുക്കാന്ന്. അങ്ങനെ ഇവന് ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് അവിടുത്തെ ഫാൻസ് എല്ലാം ഇവനെ ശല്യപ്പെടുത്താൻ വേണ്ടി അവന്റെ സെക്യൂരിറ്റീസിനെ തടഞ്ഞു നിർത്തി ഇവള് സന്തോഷിച്ച് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതെല്ലാം സ്വപ്നം കാണിക്കുന്നത്. അതിനുശേഷം ഇവളും സേഫായിട്ട് അവൻ അകത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവന് മേക്കപ്പ് ഇടുന്ന സമയത്ത് ഉറങ്ങിപ്പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യത്തി, എടാ ജിൻഹാൻ, ഞാൻ നിന്റെ കട്ട ഫാനായിരുന്നു, പക്ഷെ നമ്മൾ ഫ്രണ്ടായിട്ടും നീ എന്നെ ഫാൻ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇന്നെ തൊട്ട് ഞാൻ നിന്റെ ആന്റി ഫാനാ എന്നിട്ട് അവനെ പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം മൊബൈലിൽ താറാവിന്റെ സൗണ്ട് എടുത്ത് പ്ലേ ചെയ്യും. അതോടെ അവൻ ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടി എഴുന്നേക്കുമ്പോഴാണ് അവൾ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇപ്പൊ എവിടുന്ന് താറാവിന്റെ സൗണ്ട് കേട്ടെ, ഇവിടെ വല്ലതും കയറി വന്നോ ഏതിന് അവൾ ആക്ട് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇവര് ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോഴാണ് അവിടെ സപ്പോർട്ട് റോളായിട്ട് ലീലി ആക്ട് ചെയ്യാൻ വന്നേക്കും. അങ്ങനെ ഇവരെ കണ്ട് അവളും ചെറിയ നാണക്കേടോടെ ഇവരൊന്നും കാണാതിരിക്കും. അപ്പോഴാണ് സാങ്ഷി ഇവളെ കണ്ടിട്ട് ഇവളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ എന്നിട്ട് അവൾ ആലോചിക്കുമ്പോ തന്നെ ലീലി ആക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ജിൻഹാന്റെ അടുത്ത് അവളും കോഫി ഒന്ന് കൊടുക്കുന്നതാണ് സീൻ. അങ്ങനെ അവൾ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു പൊസിഷനിൽ ചെന്ന് നിൽക്കണം. പക്ഷെ അവള് തെറ്റിച്ച് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുമ്പോഴാണ് ഇത് കണ്ട ആ ഡയറക്ടർ വഴി പറഞ്ഞ് അവൾ ഒന്നും കൂടെ ആക്ട് ചെയ്യാൻ പറയും. അങ്ങനെ വീണ്ടും അവളെ പൊസിഷൻ തെറ്റിച്ച് ബാക്കിലോട്ട് നിൽക്കുമ്പോഴാണ് ആ ഡയറക്ടർ അവളെ വഴി പറഞ്ഞ് ഇവൾക്ക് വരും വേറെ ആൾക്കാരെ മാറ്റിട്ടും ചോദിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ജിൻഹാനും അവൾക്ക് ഒന്നും കൂടെ ഒരു ചാൻസ് തരാൻ വേണ്ടി അവൻ ഡയറക്ടറിനോട് ചോദിക്കും. അങ്ങനെ ഇവൻ പറഞ്ഞുകൊണ്ട് ഡയറക്ടറും അവളെ പുറത്താക്കാതെ വീണ്ടും അവൾക്കൊരു ചാൻസ് കൊടുക്കും. കാരണം ജിൻഹാൻ അറിയ ഇത് ലീലയാണ്, അതുകൊണ്ട് അവൻ അവളെ സപ്പോർട്ട് ചെയ്ത്. അതിനുശേഷം ജിൻഹാന് മാത്രം കരഞ്ഞോണ്ട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സീൻ കൊടുക്കുമ്പോഴാണ് അവൻ അത് ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ എന്നാലും അവൻ സാങ്ഷി എന്ന് ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കേൾക്കുന്ന രീതിയിൽ ആ സീൻ വീണ്ടും വീണ്ടും ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആ മനഃപൂർവ്വം മാപ്പ് അപേക്ഷിക്കുന്ന പോലെ കുറെ പ്രാവശ്യം ഇങ്ങനെ ആക്ട് ചെയ്യും. ഇതൊക്കെ കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവന്റെ ആക്ടിങ് കണ്ട് ഷോക്കായി പോകും. പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്തിനാ ഇവ വീണ്ടും വീണ്ടും മാപ്പ് വഹിക്കുന്നതെന്ന്. അതിനുശേഷം ഇത് കണ്ട് സാങ്ഷി അടുത്തേക്ക് വന്ന് അവന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോഴാണ് അവന് വീണ്ടും സോറി വഹിക്കുമ്പം ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഷൂട്ടിംഗ് അപ്പോഴേ കഴിഞ്ഞില്ല, പിന്നെ എന്തിനാ ഡയലോഗ് പറയുന്നത് ഏതിന് ഇവള് വഹിക്കും. അപ്പോഴാണ് അവനും ഇത് ഡയലോഗല്ല, ഞാൻ നിന്നോട് ചോദിച്ച സോറിയാന്ന് പറയും. അതോടെ അവള് സമാനമായിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് ഇവ രണ്ടിനും പഴയതൊരു ക്ലോസ് ആകും. അതിനുശേഷം ജിൻഹാന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അവൾ വഹിക്കും. അപ്പോഴാണ് അവനൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അതോടെ കുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷെങ് അവളെ ഫോൺ വിളിച്ച് പുറത്ത് റൈഡിന് വരുവാൻ ചോദിക്കും. അങ്ങനെ അവൾ ഇപ്പൊ തന്നെ വരാന്ന് അവനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി ജിൻഹാൻ പെട്ടെന്ന് തലയിറങ്ങി വീഴും. സാങ്ഷി, എനിക്ക് വയ്യാതാവുന്നു, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഇവൻ ആക്ട് ചെയ്യുമ്പോൾ അവളത് വിശ്വസിച്ച് ഷെങ്ങിന്റെ കൂടെ വരാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നിട്ട് ഇപ്പൊ അടുത്തത് സ്കൂളിൽ വെച്ച് ഇന്നലെ സപ്പോർട്ട് റോളായിട്ട് ആക്ട് ചെയ്തെല്ലാം സാങ്ഷി കണ്ടോന്ന് പേടിച്ച് അവളെ തന്നെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് അവളുടെ കൂട്ടുകാര്യം കണ്ടിട്ട് സാങ്ഷിയോടൊന്ന് ഈ കാര്യം ചോദിക്കുന്നത്, എടി നീ ലീലയോടോ എല്ലാം വഴക്കുണ്ടാക്കിയോ, അവൾ ക്ലാസ് സമയത്ത് മൊത്തം നിന്നെ തുറച്ചു പോയിക്കൊണ്ടിരുന്ന. എന്നിട്ട് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ലീലയും വന്നിട്ട്, ഓ അപ്പൊ നീ ആയിരുന്നോ നമ്മൾ സംസാരിക്കുന്ന കാര്യമൊക്കെ ഇവളോടൊന്ന് പറയുന്നത്, ചുമ്മാ അതല്ല ഞാൻ ജിൻഹാനെതിരെ മുമ്പ് എന്തേലും പറഞ്ഞ അത് അപ്പൊ തന്നെ സാങ്ഷി അറിയുന്നത്. ഇതിനെ ലീലയും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് സാങ്ഷി ഇത് കണ്ട് സുങ്ഷിനോട് സോറി വയ്ക്കും. ഇവള് കാരണമല്ല ലീലയായിട്ട് ഉടക്കായെന്ന്. അപ്പോഴാണ് അവളും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് ക്ലാസ്സിലേക്ക് ചെന്നിരിക്കും. അതിനുശേഷം ലീലയോട് സംസാരിക്കാൻ നോക്കിയാലും അവള് മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ഇന്റർവെൽ സമയത്ത് ബ്യൂട്ടി ക്ലബ്ബിൽ എല്ലാവരും കൂടെ ജിൻഹാന്റെ ആക്ടിംഗ് ഒക്കെ മോശമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലീലയ്ക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ ആക്ടിങ്ങിന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് കേട്ട് അവളുമെല്ലാം ദേഷ്യത്തി, പണ്ട് നീയല്ലേ ജിൻഹാനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്, ഇപ്പൊ നീ അവനെ പൊക്കി പറയുന്നു. എന്നിട്ട് അവരൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അവളും ജിൻഹാനെ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവളെ പ്രപ്പോസ് ചെയ്ത പയ്യൻ വീണ്ടും വന്ന് ശല്യം ഉണ്ടാക്കുന്നത്. ഇത് കണ്ട് അവളും അവൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഇനി മേലെ അവളെ ഫോളോ ചെയ്യില്ലെന്ന് വാൺ ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് അവന് ദേഷ്യം വരുന്നത്. അതിനുശേഷം അവനും ലീല സപ്പോർട്ടറോളായിട്ട് ആക്ട് ചെയ്ത കാര്യമെല്ലാം സ്കൂൾ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ലീലയുടെ കൊച്ചുകാലത്ത് ആ ഫോട്ടോ എടുത്ത് നെറ്റിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് എല്ലാരും കൂടെ ലീല അപ്പൊ കൊച്ചിൽ തടിച്ചാണ് ഇരുന്നെന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ ഫോട്ടോയെ കണ്ടിട്ട് ഷെങ്ങും സാങ്ഷിയും കൂടെ മനസ്സിലാക്കും അപ്പൊ ഇവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ലീലയാണെന്ന് പറഞ്ഞ്. അപ്പോഴാണ് പുറത്ത് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരായിട്ട് ലീല വഴക്കുണ്ടാക്കുന്ന കാര്യം ഇവരൊക്കെ അറിയും. അങ്ങനെ അവൾക്ക് സപ്പോർട്ടിന് വേണ്ടി ഇവരുടെ ക്ലാസ് മൊത്തത്തിൽ ലീലയ്ക്ക് സപ്പോർട്ടിന് നിൽക്കും. അങ്ങനെ അവളുമായി ലീല കൊച്ചിലെ തടിച്ചിരുന്നതിനെ കുറിച്ച് കളിയാക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ
ലീലയെ കുറിച്ച് ഒരു വാക്കോലും മിണ്ടി പോലും പറഞ്ഞ് എല്ലാരും അവരെ എതിർത്ത് നിൽക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടെ ടീച്ചറും വന്നിട്ട് ഇവിടെ എന്തോ പ്രശ്നം, എല്ലാരും ക്ലാസ്സിലേക്ക് പോയിക്കുക എന്നിട്ട് അവരെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ലീലയെ മാത്രം ഒറ്റയ്ക്ക് വിളിക്കും. അതിനുശേഷം ടീച്ചർ അവളോട് പറയും ഇതിന്റെ പുറയുള്ളത് ആരാന്ന് കണ്ടെത്തി ഈ പ്രശ്നം സോൾവ് ചെയ്യാന്ന്. അങ്ങനെ അവളും ടീച്ചറിന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവളുടെ ബ്യൂട്ടി ക്ലബ്ബിലെ ബാക്കി പെൺപിള്ളേരെല്ലാം തടിച്ചിരുന്ന ലീലയൊക്കെ നമ്മുടെ ടീമിലെ ലീഡറാണെന്ന് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ലീലയും കേട്ട് ദേഷ്യപ്പെടുന്നത്. അതിനുശേഷം അവരെല്ലാരും കൂടെ ലീലയെ ടീമിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഡിസ്കസ് ചെയ്യും. കാരണം ഇവള് ടീമുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഇവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞ്. അങ്ങനെ ഇത് സ്കൂൾ മൊത്തം സ്പ്രെഡ് ചെയ്ത് ആരെ കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചറും പി ടി സാറിന്റെ ഹെൽപ്പ് വയ്ക്കുമ്പോഴാണ് സാറൊന്നും മനസ്സിലാവാതെ ഇതെങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറും ഇതുപോലെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല വഴക്ക് പറയുമ്പോൾ സാറും ടെൻഷനായിട്ട് ഞാൻ ഒരു പി ടി സാറാ, എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ നീ ആഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ എല്ലാം പഠിക്കാം എന്നിന് ടീച്ചറിന് വേണ്ടി സാറും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ജിൻഹാൻ ഇവരെല്ലാം കൂടെ ഐഡിയ ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ലീലയും സ്കൂളിലേക്ക് വരുമ്പോഴാണ് എല്ലാവരും കൂടെ നോട്ടീസ് ബോർഡിന്റെ ഫ്രണ്ട് ഇരുന്ന് ലീലയെ കുറിച്ച് പൊക്കി സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവൾക്കൊന്നും മനസ്സിലാതെ അടുത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ ലീലയുടെ കൊച്ചുകാലി തൊട്ട് എല്ലാ ഫോട്ടോയും ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ഒട്ടിച്ച് വെച്ചേക്കും. അങ്ങനെ അവൾ പ്ലാസ്റ്റിക് സർജറി പോലും ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് ബ്യൂട്ടി ആയെന്ന് പറഞ്ഞ് അവളുടെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുമ്പോഴാണ് ഇത് കണ്ട് എല്ലാവർക്കും കൂടെ ഇൻസ്പിറേഷൻ ആവും റിയൽ ആയിട്ട് ലീല ബെസ്റ്റാന്ന് പറഞ്ഞ്. അങ്ങനെ ഇവള് ടച്ചായി പോയി കണ്ട് ഷെങ് ഈ ഫോട്ടോസ് കണ്ടെത്താൻ ഞങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടും ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി നിങ്ങൾ ആരെ കഷ്ടപ്പെടാൻ പറഞ്ഞ ചോദിച്ച് ഞാൻ തന്നെ തരത്തില്ലായിരുന്നു, അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നോട് ചോദിച്ചാൽ മതി, എനിവേ താങ്ക്സ് എന്നിട്ട് ഇവളും പറഞ്ഞോടെ അവെല്ലാം സന്തോഷപ്പെടും. അതിനുശേഷം ലീലയും ജിൻഹാനെ കണ്ടിട്ട് ഇന്ന് അവൻ ചെയ്ത സഹായത്തിനും അന്ന് ഷൂട്ടിംഗ് സമയത്ത് ഇവളെ സഹായിച്ചതിനെയൊക്കെ താങ്ക്സ് പറയുമ്പോഴാണ് അവനതൊന്നും കുഴപ്പമില്ലെന്ന് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചർ ഇവള് വിളിക്കുന്നത്. അങ്ങനെ ഇവളും ടീച്ചറിനെ കാണാൻ പോകുമ്പോഴാണ് ഇതിന്റെ പുറകെ ഉള്ളത് ആ പ്രൊപ്പോസ് ചെയ്ത പയ്യനാന്ന് അറിയുന്നത്. ഇതോടെ അവളും ദേഷ്യത്തി നീയാണ് ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴാണ് അവനും പേടിച്ചിട്ട് അവൻ ജസ്റ്റ് ആ ഫോട്ടോ മാത്രം ഇട്ടുള്ളൂ എന്ന് പറയും. അതിനുശേഷം ഇവളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞെല്ലാം വേറെ ആരാണ്ടൊക്കെയാന്ന് പറയുമ്പോൾ ടീച്ചറും ഇനി ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ലീലയോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ പ്രശ്നം ഇതോടെ തീരട്ടെന്ന് പറഞ്ഞ് അവള് പ്രശ്നം സോൾവ് ആക്കും. അതിനുശേഷം അവൾ അവനോട് ഇവളോട് ഇഷ്ടപ്പെട്ടതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവന് ഹേട്ട് ചെയ്യുന്ന പോലെ ഇവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും സോറി എന്ന് പറഞ്ഞിട്ട് ലീല അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് ടീച്ചർ സന്തോഷപ്പെടുന്നത്. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.